ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പേരന്റൽ കൺട്രോൾസ് വെച്ചും അതുപോലെ ഫയർവാൾസ് വെച്ചിട്ടും നമുക്ക് കണ്ടന്റിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്ന നാച്ചുറലായ ചോദ്യമുണ്ട്, VPN ആപ്പുകൾ ഉള്ളപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ഒരു പരിധിവരെ പറ്റും, എന്നാൽ ഹാർഡ്വെയർ ഫയർവാളുകളും സോഫ്റ്റ്വെയർ ഫയർവാളുകളൊക്കെ ഒരു പരിധിവരെ കോൺഫിഗർ ചെയ്ത് ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മൾ പ്രോപ്പർലി കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ ഇന്നിപ്പോൾ പറയാൻ വരുന്ന ഇതല്ല, ഈ തരം VPN ആപ്പുകളെ പറ്റിയാണ്. ഈ VPN ആപ്പുകളുടെ പുറകിൽ വലിയൊരു ചതി പലപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എല്ലാം അല്ലെങ്കിൽ പോലും പല ആപ്പുകളുടെയും പുറകിൽ. നമ്മുടെ ധാരണ ഈ VPN ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ ആർക്കും അറിയാൻ സാധിക്കുന്നില്ല നമ്മൾ എന്താണ് നമ്മുടെ മൊബൈലിൽ ചെയ്യുന്നത് എന്നുള്ള, ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. നമ്മൾ പല സൈറ്റുകളിൽ കയറുന്നതാണെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള വേറെ ആർക്കും അറിയാതിരിക്കാനാണ്. എന്നാൽ അതേസമയം ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടർ ഇതിനിടയ്ക്ക് നിൽക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഈ VPN ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നവർ തന്നെയാണ്. അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. എൻക്രിപ്റ്റഡ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും അത് എൻക്രിപ്റ്റഡ് ആവണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. ഇതിനെ അവർക്ക് നമുക്കെതിരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടും പല രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്താനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂകളിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്ലാക്ക്മെയിലിങ്ങിന്റെ ലെവലുകൾ പല ലെവലുകളിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ VPN യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊഫഷണൽ ആപ്പുകൾ ആവണമെന്നില്ല. അപ്പോൾ അതിന്റെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താവുന്നതുമാണ്.